ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ പുതിയൊരു ഭൗമരാഷ്ട്രീയ യുദ്ധത്തിന് കാഹളം മുഴങ്ങുകയാണ്. നിശബ്ദമായിരുന്ന പസഫിക് മേഖലയിൽ നിന്ന് ശ്രദ്ധ പതുക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തന്ത്രപ്രധാനമായ കോണുകളിലേക്ക് തിരിയുമ്പോൾ ഭാരതം അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൊന്നിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ പടുത്തുയർത്തുന്ന ഈ ബൃഹത്തായ പദ്ധതിയെ ദക്ഷിണേഷ്യയിലെ ഹോർമൂസ് എന്നാണ് ലോകരാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ലോക വ്യാപാരത്തിന്റെ സിരയായ മലാക്ക കടലിടുക്കിന്റെ കവാടത്തിൽ ഇന്ത്യ പണിയുന്ന ഈ അദൃശ്യ കോട്ട ചൈനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്കും സൈനിക നീക്കങ്ങൾക്കും മേൽ ശക്തമായ മേൽക്കൊയ്മ നേടാൻ ഇന്ത്യയെ സഹായിക്കും. വെറുമൊരു തുറമുഖമോ വിമാനത്താവളമോ എന്നതിലുപരി വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കരുത്തുറ്റ കാവലാളായി ഈ പ്രദേശം മാറുമെന്നതിൽ സംശയമില്ല. തന്ത്രപ്രധാനമായ ഈ ഭൂപ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കരുത്ത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നായ മലാക്ക കടലിടുക്കിന് തൊട്ടടുത്താണ് ഗ്രേറ്റ് നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്നുള്ള ഇന്ധനവും കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും കൈമാറുന്ന ഈ ഇടുങ്ങിയ കടൽപ്പാത ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 80% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. ഈ സാഹചര്യത്തിലാണ് മലാക്ക കടലിടുക്കിന്റെ പടിഞ്ഞാറൻ പ്രവേശന കവാടത്തിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ഈ പദ്ധതി ചൈനയുടെ ഉറക്കം കെടുത്തുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ കവാടം അടച്ചുപൂട്ടാൻ ഇന്ത്യക്ക് സാധിച്ചാൽ അത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്നതിന് തുല്യമായിരിക്കും. ഇതിനെയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മലാക്ക ഡിലേമ അഥവാ മലാക്ക പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്നത് അവിടെ നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. ഏകദേശം 72,000 കോടി രൂപ ചെലവിൽ വികസിപ്പിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയെ ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമാക്കി മാറ്റും. നിലവിൽ കൊളംബോയിലോ സിംഗപ്പൂരിലോ നടക്കുന്ന വലിയ തോതിലുള്ള ചരക്ക് നീക്കങ്ങൾ സ്വന്തം മണ്ണിലേക്ക് എത്തിക്കുക എന്ന സാമ്പത്തിക ലക്ഷ്യത്തിനൊപ്പം തന്നെ ഇതിന് കൃത്യമായ സൈനിക മാനങ്ങളുമുണ്ട്. കൂറ്റൻ യുദ്ധക്കപ്പലുകൾക്കും വിമാനവാഹിനി കപ്പലുകൾക്കും നങ്കൂരമിടാൻ പാകത്തിലുള്ള ആഴക്കടൽ തുറമുഖം ഈ മേഖലയിൽ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ഇരട്ടിയാക്കും. ചൈന അവരുടെ മുത്തുമാല തന്ത്രത്തിലൂടെ ശ്രീലങ്കയിലെ ഹംബൽടോട്ടയിലും മ്യാൻമറിലെ ക്യുക്യുവിലും സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ഇന്ത്യയുടെ ശക്തമായ മറുപടിയാണ് ഗ്രേറ്റ് നിക്കോബാറിലെ ഈ സൈനിക വ്യാപാര കേന്ദ്രം. നിരീക്ഷണ സംവിധാനങ്ങളുടെ കാര്യത്തിലും ഈ പദ്ധതി വലിയൊരു കുതിച്ചുചാട്ടമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അത്യാധുനിക റഡാറുകളും സെൻസറുകളും ദ്വീപിൽ സ്ഥാപിക്കുന്നതോടെ ബംഗാൾ ഉൾക്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഓരോ ചലനവും തത്സമയം നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ചൈനീസ് ഗവേഷണ കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും കടന്നുകയറ്റം തടയാൻ ഇത് അത്യാവശ്യമാണ്. കടലിനടിയിലെ ചലനങ്ങൾ നിരീക്ഷിക്കാനുള്ള ഹൈഡ്രോഫോൺ ശൃംഖലകൾ കൂടി സജ്ജമാകുന്നതോടെ ഈ പ്രദേശം ഇന്ത്യയുടെ ഒരു അദൃശ്യ റഡാർ മതിൽ ആയി മാറുകയാണ്. ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികൾ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് മുൻകൂട്ടി അറിയാനും അവയെ പ്രതിരോധിക്കാനും ഇന്ത്യയുടെ P-8I പോലെയുള്ള നിരീക്ഷണ വിമാനങ്ങൾക്ക് ഈ ദ്വീപിലെ വിമാനത്താവളം മുതൽക്കൂട്ടാകും. ഗ്രേറ്റ് നിക്കോബാറിൽ നിർമ്മിക്കുന്ന ഇരട്ട ഉപയോഗ വിമാനത്താവളം ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന തൂണാണ്. സിവിലിയൻ വിമാനങ്ങൾക്കൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾക്കും വലിയ ചരക്ക് വിമാനങ്ങൾക്കും ഇവിടുത്തെ റൺവേ ഉപയോഗിക്കാനാകും. ഈ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ സൈനികമായ പ്രഹരശേഷി വർദ്ധിക്കും. ഇന്ത്യൻ വായുസേനയുടെ യുദ്ധവിമാനങ്ങൾക്കും നാവികസേനയുടെ നിരീക്ഷണ വിമാനങ്ങൾക്കും ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനുമുള്ള കേന്ദ്രമായി ഈ ദ്വീപ് മാറുകയാണ്. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കൻ മേഖലയിലുടനീളം ഒരു അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയർ അഥവാ മുങ്ങാത്ത വിമാനവാഹിനി കപ്പലായി ഗ്രേറ്റ് നിക്കോബാറിനെ മാറ്റുന്നു. ഏത് നിമിഷവും ദ്രുതഗതിയിലുള്ള സൈനിക നീക്കങ്ങൾ നടത്താൻ ഈ വിമാനത്താവളം ഇന്ത്യയെ പ്രാപ്തമാക്കും. ഇന്ത്യയുടെ ഏക ത്രിതല സൈനിക കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. കരസേനയും നാവികസേനയും വായുസേനയും ഒരേ കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയിലൂടെ കൂടുതൽ ശക്തിപ്പെടുകയാണ്. 3 സേനകളുടെയും ഏകോപനം ആവശ്യമുള്ള സമുദ്ര സുരക്ഷാ ദൗത്യങ്ങളിൽ ഗ്രേറ്റ് നിക്കോബാർ ഒരു തന്ത്രപ്രധാനമായ ലോജിസ്റ്റിക് ഹബ്ബായി മാറും. യുദ്ധോപകരണങ്ങൾ, ഇന്ധനം, മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവ ഇവിടെ വലിയ തോതിൽ സംഭരിച്ചു വെക്കാനാകും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ദൗത്യങ്ങൾക്കായി പുറപ്പെടുന്ന കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. സൈനികമായ ഈ ഏകോപനം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യയെ മുൻപന്തിയിൽ നിർത്തും. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഈ പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യം. മ്യാൻമർ മുതൽ ജിബൂട്ടി വരെ നീളുന്ന ചൈനയുടെ തുറമുഖ ശൃംഖലകൾ ഇന്ത്യയെ വളയാനുള്ള
ശ്രമമാണെന്ന് പ്രതിരോധ വിദഗ്ധർ പണ്ടേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇന്ത്യ നടപ്പിലാക്കുന്ന നെക്ലേസ് ഓഫ് ഡയമണ്ട് തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഗ്രേറ്റ് നിക്കോബാർ. അന്താരാഷ്ട്ര തലത്തിൽ സുഹൃത്ത് രാജ്യങ്ങളായ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവരുമായുള്ള സഹകരണം ശക്തമാക്കാനും ഈ പ്രദേശം ഇന്ത്യയെ സഹായിക്കും. ക്വാഡ് സഖ്യത്തിന്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കും ഈ ദ്വീപിന്റെ വികസനം കരുത്തു പകരും. സമുദ്ര സുരക്ഷയിൽ ഇന്ത്യ ഒരു വലിയ പങ്കാളിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. പരിസ്ഥിതി സംരക്ഷണവും ആദിവാസി വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഈ പദ്ധതിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അപൂർവമായ സസ്യജാലങ്ങളും ജീവവർഗങ്ങളുമുള്ള ഈ ദ്വീപിലെ വനനശീകരണം പരിസ്ഥിതി പ്രവർത്തകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതി അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. സുരക്ഷയും പരിസ്ഥിതിയും തമ്മിലുള്ള തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പദ്ധതിക്കായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഗ്രേറ്റ് നിക്കോബാറിലെ തദ്ദേശീയമായ ആദിവാസി വിഭാഗങ്ങളുടെ സംസ്കാരത്തെയും ജീവിതത്തെയും ബാധിക്കാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. ചൈനയുടെ വ്യാപാര പാതകളുടെ കവാടത്തിൽ നിലയുറപ്പിക്കുന്നതിലൂടെ ഇന്ത്യ വെറുമൊരു പ്രാദേശിക ശക്തിയല്ല, മറിച്ച് ആഗോള സമുദ്ര സുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു രാഷ്ട്രമാണെന്ന് തെളിയിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന് എത്രത്തോളം പ്രധാനമാണോ അതിന് തുല്യമായ പ്രാധാന്യം ഗ്രേറ്റ് നിക്കോബാറിനും കൈവരിക്കാൻ പോകുന്നു. ഭാവിയുടെ യുദ്ധങ്ങൾ കടലിലാണെന്ന തിരിച്ചറിയലിൽ നിന്നാണ് ഇത്തരം ബൃഹത്തായ പദ്ധതികൾ പിറവിയെടുക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നീലജലത്തിന് മുകളിൽ ഭാരതത്തിന്റെ ഈ ജാഗ്രത നാളത്തെ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണ്ണയിക്കും. ഒരു വശത്ത് സാമ്പത്തിക പുരോഗതിയും മറുവശത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയ സുരക്ഷയും ലക്ഷ്യമിടുന്ന ഈ പദ്ധതി ആധുനിക ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ്. വരും വർഷങ്ങളിൽ ഏഷ്യയുടെയും ലോകത്തിന്റെയും കണ്ണ് ഈ കൊച്ചു ദ്വീപിലേക്കായിരിക്കും. അവിടെ നിന്നാണ് ഇന്ത്യയുടെ പുതിയ സമുദ്ര നയം രൂപപ്പെടുന്നത്. ലോക സമാധാനത്തിനും സമുദ്ര സുരക്ഷയ്ക്കും ഈ പദ്ധതി വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായി, സമുദ്രം കീഴടക്കുന്നവൻ ലോകം കീഴടക്കുന്നു എന്ന പഴഞ്ചൊല്ല് ഗ്രേറ്റ് നിക്കോബാറിലൂടെ ഇന്ത്യ അന്വർത്ഥമാക്കുകയാണ്. വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യഥാർത്ഥ നായകൻ ഇന്ത്യയായിരിക്കും എന്ന സന്ദേശമാണ് ഈ വികസന പദ്ധതി ലോകത്തിന് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.